നമസ്കാരം. ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണ് ചായ. നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അല്ലേ? ചിലർക്ക് കട്ടനോടാണ് താല്പര്യമെങ്കിൽ മറ്റു ചിലർക്ക് നല്ല പാലൊഴിച്ച ചായയോടാണ് പ്രിയം. ഒരു ദിവസം 15 ചായ വരെ കുടിക്കുന്നവരെ നമ്മളെ പലർക്കും അറിയാമായിരിക്കും പേഴ്സണലി. അതിൽ കൂടുതൽ കുടിക്കുന്നവരും ഉണ്ട്. ഇതുപോലെ തന്നെ കോഫി പ്രേമികളുടെ ഒരു വിഭാഗവുമുണ്ട്. പക്ഷേ ഈ ചായ ഒരു വില്ലനാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ചായ ഇങ്ങനെ കുടിച്ചാൽ 8ന്റെ പണി കിട്ടുമത്രേ. അപ്പോൾ ചായ എങ്ങനെയാണ് വില്ലനാകുന്നത്? നിങ്ങൾ ഒരു ചായപ്രേമിയാണെങ്കിൽ ഒരു ദിവസം എത്ര ചായ വരെ കുടിക്കാം എന്ന് നോക്കാം. ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രാജീവ് ജയദേവൻ, ഒപ്പം എഴുത്തുകാരനും ഒരു ചായപ്രേമിയുമായ ജേക്കബ് എബ്രഹാമുമാണ്. രണ്ടുപേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ഡോക്ടറിലേക്കാണ് പോകുന്നത്. ഡോക്ടർ രാജീവ് ജയദേവൻ, ഈ ചായ എന്ന് പറയുന്നത് നമുക്കെല്ലാം ഒരു വികാരമാണ്. ചായ കുടിക്കാതെ ഒരു ദിവസം കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അതാണ് ഭൂരിഭാഗവും. ഇപ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ചായ കൂടുതൽ കുടിച്ചാൽ അതും ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. ഒരുപാട് പഠനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ആരോഗ്യ വിദഗ്ധർ നിരന്തരം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ ചായ? ചായ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ, കൾച്ചറിന്റെ ഭാഗമാണ്. സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ, അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഏതൊരു സംഗതിയും അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ കഴിക്കാനിടയായാൽ അത് പ്രശ്നമുണ്ടാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ഇപ്പോൾ നമ്മുടെ ICMR, രാജ്യത്തെ പ്രധാനപ്പെട്ട ഗവേഷണ ഏജൻസിയായ ICMR കഴിഞ്ഞ ആഴ്ച ഒരു ഡയറ്ററി ഗൈഡ് ലൈൻ, അതായത് ഭക്ഷണ വിഷയത്തിലുള്ള ഒരു പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു പരാമർശം വന്നിരിക്കുന്നത് അമിതമായിട്ടുള്ള ചായ അല്ലെങ്കിൽ കാപ്പിയുടെ ഉപയോഗം കുറയ്ക്കണം എന്നുള്ളതാണ്. അതിന്റെ വിശദീകരണം അവർ കൊടുത്തിരിക്കുന്നത് ഇത് 1-2 കപ്പ് കഴിച്ചാൽ പ്രശ്നമുണ്ടാകും എന്നുള്ളതല്ല, അമിതമായി കഴിക്കുന്നവരിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഈ ചായ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് കാപ്പിയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കെഫീൻ എന്ന് വിളിക്കുന്ന, സാധാരണ കോഫിയിൽ മാത്രം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സംഗതി നമ്മുടെ ചായയിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചായ കുടിച്ചാൽ പോലും നമ്മുടെ ചായയിലുള്ള കോമ്പൗണ്ട്സിന് ഉപരിയായിട്ട് കെഫീനും നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. കൂടുതൽ ചായ കുടിക്കും തോറും അതോടൊപ്പം കൂടുതൽ കടുപ്പത്തിൽ അല്ലെങ്കിൽ കൂടുതൽ തിളപ്പിച്ച് ചായ കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കെഫീൻ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ഈ കെഫീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമിടിപ്പിന്റെ താളം അത് ദ്രുതഗതിയിലാക്കുകയാണ്, ഫാസ്റ്റ് ഹാർട്ട് റേറ്റ് ഉണ്ടാക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള കൈവിറയലും അതുപോലെ തന്നെ ആശങ്കയും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉറക്കം, അതിന്റെ താളം തെറ്റിക്കാനും ഒക്കെയുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. വേറൊരു ആരോഗ്യവശം നമ്മൾ അധികം ചിന്തിക്കാത്ത ഒരു വശം എന്ന് പറയുന്നത്, ഇതിനകത്ത്, ഈ ചായക്കകത്ത് ചില കോമ്പൗണ്ടുകളുണ്ട്. ഇവ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അയൺ എന്ന് പറയുന്നത്, അതായത് ഇരുമ്പിന്റെ ഒരു ആഗിരണം, എബ്സോർപ്ഷൻ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഭക്ഷണത്തോടൊപ്പം നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ, ഭക്ഷണത്തിന് ശേഷം ചായ കുടിക്കുന്ന ശീലം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം ഉള്ളിൽ ചെന്ന അയൺ നമുക്ക് ആഗിരണം ചെയ്യാൻ കഴിയാതെ പോകാൻ സാധ്യതയുണ്ട്. കോഫിക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും തെറ്റാണെന്നല്ല, എങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ അറിയുകയും ഒരു മിതമായ അളവിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സന്ദേശം. തീർച്ചയായും ആ ഒരു മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. പക്ഷേ മിതത്വം പാലിക്കാൻ പല ചായപ്രേമികൾക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. എന്തായാലും നമ്മളോടൊപ്പം എഴുത്തുകാരനായ ജേക്കബ് എബ്രഹാം കൂടി ചേരുകയാണ്. അദ്ദേഹം ഒരു ചായപ്രേമി കൂടിയാണ്. ശ്രീ ജേക്കബ് എബ്രഹാം, ഇപ്പോൾ ഡോക്ടർ പറയുന്ന കേട്ടിട്ട് ഒരു ചെറിയ ആശങ്ക വന്നു കാണും അല്ലേ? ചായ അധികം കുടിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഭാവിയിൽ. അത് എങ്ങനെയാ ചായപ്രേമിയായിട്ടുള്ള സാർ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? ഒരു ദിവസം എത്ര ചായ വരെ കുടിക്കും? ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ് ഞാൻ കേൾക്കുകയായിരുന്നു. ശരിക്കും ഒരു ചായപ്രേമി എന്ന നിലയിൽ ഞാനൊരു കാലത്ത് 10-15 ചായ വരെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനത് അതിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ഒരു 5-8 ചായയൊക്കെ ദിവസവും കുടിക്കുന്ന ഒരു ശീലമുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളെപ്പറ്റി നമ്മൾ അത്ര ശ്രദ്ധാലുവല്ല. പക്ഷേ ഈ ചായയോടുള്ളൊരു ബന്ധം ഒരു വൈകാരികതയാണ്. പ്രത്യേകിച്ചും നമ്മൾ പറയാറുണ്ട് ജോൺസൺ മാഷിൻ്റെ പാട്ടും ചായയും അന്തസ് എന്ന് പറയുന്ന, അതെ, ആ ചായ ഒരു വികാരമാണ്. ജോൺസൺ മാഷിൻ്റെ പാട്ടും ചായയും എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഡയലോഗ് പോലെ ചായക്കടകൾ, ചായ രാവിലെ നമ്മൾ ഉണർന്നു വരുന്നു, ചായ കുടിക്കുന്നു, പിന്നെ വീണ്ടും ഓഫീസിൻ്റെ ഇടയിലോ വർക്കിനിടയിലോ വീണ്ടും ഒരു ചായ കുടിക്കുന്നു,
വീണ്ടും ഏത് സമയവും കഴിക്കാൻ പറ്റുന്ന ഒരു പാനീയമായിട്ടാണ് എനിക്ക് ചായ തോന്നുന്നത്. നമുക്കതിന് സമയകാല വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണ നമ്മളെല്ലാവരും രാവിലെയും വൈകിട്ടും ഒരു ചായ കുടിക്കുന്നവരെ, പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പല സമയങ്ങളും രാവിലെ എണീക്കുമ്പോൾ 7 മണി, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കുന്നു, വീണ്ടും ഒരു 11 മണിക്ക് കുടിക്കുന്നു, പിന്നെ ഒരു 3 മണി 4 മണിക്ക് കുടിക്കുന്നു, പിന്നെ ഒരു വൈകുന്നേരം 5 മണി 6 മണി, ഇങ്ങനെ ചായ നീണ്ടുപോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനോടുള്ളൊരു വൈകാരികപരമായ ഒരു ബന്ധം ഭയങ്കരമാണ്. പ്രത്യേകിച്ചും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നോക്കുമ്പോൾ അറിയാമല്ലോ ചായയുടെ ചരിത്രം. ഞാനത് ചൈനക്കാരാണ് ചായ നമ്മൾ ഈ കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോഴും സാധാരണക്കാരെ നമ്മുടെ കുറിച്ച്, ഒരു അതായത് പൊതു നമ്മളെല്ലാവരും സംസ്കാരത്തിന്റെ ചായപ്രേമത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ എഴുത്തുകാർക്ക് ചായയുമായിട്ടുള്ള ഒരു ബന്ധം, ഒന്ന് എഴുതണമെങ്കിൽ ഒന്ന് ചായ കുടിച്ച് ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് എഴുതിയാലേ പറ്റൂ, അങ്ങനെയുണ്ടോ? ഒന്ന് തലയൊക്കെ ഒന്ന് ഉണരണമെങ്കിൽ, ആ ഒരു ഭാവനയൊക്കെ ഉണരണമെങ്കിൽ ചായ വേണമെന്ന് നിർബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ചായ ഒരു നല്ലൊരു എഴുതാനുള്ളൊരു നല്ല അസംസ്കൃത വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് ചായ എന്ന് തോന്നുന്നു. ഒരു മൂഡ് സെറ്ററാണ് ചായ. ശരിക്കും ഒരു നമ്മുടെ ഒരു മേശപ്പുറത്തൊരു ചായയും ഒരു നോട്ട് പാഡ്, ഒരു പേപ്പറും പേനയുമായിട്ട്, കടലാസും പേനയുമായിട്ട് ഇരുന്ന് എഴുതുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. ചായയെപ്പറ്റി ധാരാളം കവിതകൾ തന്നെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതകളായാലും സോമൻ കടലൂർ എന്ന് പറയുന്ന കവിയുടെ കവിതയായാലും, ഇങ്ങനെ ചായയെപ്പറ്റി ധാരാളം എഴുത്തിൽ, കഥയിലും കവിതയിലും നോവലിലും ഒക്കെ ചായ വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രണ്ട് സുഹൃത്തുക്കൾ റോഡിൽ കണ്ടുമുട്ടിയാൽ വരൂ ഒരു ചായ കുടിക്കാം എന്നാണ് നാം ഒരു സുഹൃത്തിനോട് പറയുന്നത് ആദ്യം തന്നെ. അപ്പം എല്ലാത്തരം സംഭാഷണങ്ങളുടെയും എല്ലാത്തരം സൗഹൃദങ്ങളുടെയും ഒരു വേദി കൂടിയാണ് ചായ. തിരുവനന്തപുരത്ത് നിങ്ങൾ ഇറങ്ങി നോക്കി, അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ല കേരളത്തിൻ്റെ ഏത് പൊതുനിരത്തിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒരു 500 മീറ്ററിനുള്ളിൽ ഒരു 10 ചായക്കട നമുക്ക് കാണാൻ പറ്റും. അവിടെ മൊത്തം ചെറുപ്പക്കാരും എല്ലാവരും നിന്ന് ചായ ഏത് സമയവും നമുക്ക് ഒരു നോക്കിയാൽ ഒരു സമയവ്യത്യാസമില്ലാതെ ചായക്കടകളുടെ ഒരു വമ്പൻ ഇത് തന്നെയാണ്, നിരത്ത് തന്നെയാണ് നമുക്ക് റോഡിൽ കാണാൻ കഴിയുന്നത്. എനിക്ക് ചായയോടുള്ളൊരു പ്രേമം എനിക്ക് മാത്രമല്ല ധാരാളം മലയാളികൾക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ജേക്കബ് എബ്രഹാം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഡോക്ടർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരുപാട് ചായ സ്പോട്ടുകൾ, ഇപ്പോൾ ഒരുപാട് ചായക്കടകൾ, അത് പല രീതിയിൽ, പല കഫേ എന്നുള്ള രീതിയിലും അല്ലാതെയും ഒക്കെ നമ്മുടെ സിറ്റിയിലും ഒക്കെ പുതുതായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടേക്കൊക്കെ ആളുകളും എത്തുന്നുണ്ട്. ഒരു ട്രെൻഡ് സെറ്ററായിട്ട് ചായ മാറുന്നു. ചായ പല തരത്തിൽ രൂപമാറ്റം സംഭവിച്ചു വരുന്നു, പല റെസിപ്പികളിൽ വരുന്നു, പല ഫ്ലേവറുകളിൽ വരുന്നു. അങ്ങനെ സംസാരത്തിനിടയിലുമൊക്കെ എല്ലാവർക്കും ചായ കുടിക്കാം. ഓക്കെ, ഒന്ന് ചായ കുടിച്ചാൽ ഒന്ന് റിഫ്രഷ് ആവാം. ചായ കുടിക്കുന്നതിലൂടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ ഈ സമീപകാലത്തായിട്ട് ചായക്കുള്ളൊരു പ്രാധാന്യം കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് പേഴ്സണലി നോക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഈ ചായ കുടിക്കുന്നവരുടെ എണ്ണം അത് കൂടുന്നുണ്ടോ ഇപ്പോൾ? ഈ പുതുതലമുറയിൽ അതൊരു അഡിക്ഷനായി മാറുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ദിവസം ഒരുപാട് കപ്പ് ചായ കുടിക്കുന്നത് ഒരിക്കലും നമുക്ക് ആരോഗ്യകരം എന്ന് പറയാൻ സാധിക്കുകയില്ല. യുവാക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ ചായയുടെ ഒരു സൈഡ് ഞാൻ പറയാം. ഞാൻ 13 വർഷം വിദേശ രാജ്യങ്ങൾ, ഒരു 4-5 വിദേശ രാജ്യങ്ങൾ ജീവിച്ച് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഇവിടെ എല്ലാം തന്നെ, പ്രത്യേകിച്ചും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ചായയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇംഗ്ലീഷ് ടീ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. രാജ്ഞിയൊക്കെ കുടിക്കുന്ന ടീ. അതോടൊപ്പം അവര് ഉച്ചയ്ക്ക് 3 മണിക്ക് ചായയും അതോടൊപ്പം തന്നെ സ്കൂണും എല്ലാം കൊടുക്കാറുണ്ട്. നമ്മുടെ ചായയും കടിയും എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വകഭേദം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മുടെ യുവാക്കൾക്കിടയിൽ മാത്രമല്ല, ലോകമെമ്പാടും ചായക്ക് വലിയ പ്രിയമാണ്. അവിടെ ഇന്ത്യൻ ചായക്കാണ് വളരെയധികം പ്രിയമായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത്. ആസാം, നീലഗിരി അങ്ങനെയുള്ള പേരുകളിൽ അവിടെ നല്ല നല്ല പാക്കിങ്ങുകളിൽ ചായ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഈ ചായയുടെ ഒരു വശം ഞാൻ പറയാം. ആസ് എ ഡോക്ടർ, അദ്ദേഹം അതിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു വശമാണ് പറഞ്ഞത്. ഐ അഗ്രി വിത്ത് ദാറ്റ്. പക്ഷേ ഈ ചായയോടൊപ്പം നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോ ഒരു പഞ്ചസാര ഇടാതെ കട്ടൻ ചായയാണ് ഒരാൾ കുടിക്കുന്നതെങ്കിൽ, എനിക്കിഷ്ടം നല്ലതുപോലെ മധുരമൊക്കെ ഇട്ട് അധികം പാലില്ലാതെയുള്ള ചായയാണ് എനിക്കിഷ്ടം. അപ്പൊ ഒരു ദിവസം ഒരു ചായ എന്നുള്ളതിനുപരി ഞാൻ 15 ചായയാണ് കുടിക്കുന്നതെങ്കിൽ ഓരോ ചായയിലും 2 സ്പൂൺ പഞ്ചസാര വെച്ചിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഷുഗർ ഓവർലോഡ്. അത് എനിക്കിഷ്ടമാണെന്ന് വെച്ചാൽ എനിക്കത് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അത് പതിവായിട്ട് നമ്മുടെ ആരോഗ്യം എന്നുള്ളത് നമ്മുടെ ശീലങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആണ്. അവർ ഹെൽത്ത് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് അവർ ബിഹേവിയർ, ഓഫ് അവർ ഹാബിറ്റ്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഹാബിറ്റ് ഉണ്ടെങ്കിൽ
ഈ ചെറിയ ചെറിയ അളവുകളിൽ ഇത് അമിതമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പഞ്ചസാരയുടെ അളവ്, ആവശ്യമില്ലാത്ത കലോറികളുടെ അളവ്, അതോടൊപ്പം ചായയുടെ കൂടെ എനിക്ക് എരിവുള്ള എന്തെങ്കിലും കഴിക്കണം, മുളക് ബജി, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ശീലം, ഞാൻ വൈകിട്ട് ചായ കുടിക്കാറില്ല. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ചായയും കടിയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കാരണം എനിക്കറിയാം ഇത് എല്ലാ ദിവസവും ഇത് ചെയ്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കലോറികൾ എൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ചായയോടൊപ്പം മിക്കവാറും നമ്മൾ പരിപ്പ് വടയോ അല്ലെങ്കിൽ ബോണ്ടയോ, നമ്മുടെ എറണാകുളം ഭാഗത്തൊക്കെ ഉണ്ടംപരിയാണ് വളരെ, ഞാൻ സ്റ്റാഫുമായിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ ഉണ്ടംപരിയാണ് നമ്മൾ ഓർഡർ ചെയ്യാറ്. അതൊരു രസമാണ്. കാരണം എല്ലാവരുമായിട്ട് ഒരുമിച്ച് സംസാരിക്കാനും സൗഹൃദം പങ്കിടാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാം വളരെ നല്ലൊരു മീഡിയമാണ് ചായ. ഡെഫിനറ്റ്ലി അത് വളരെ എൻജോയബിൾ ആണ്, പ്രത്യേകിച്ച് മഴയുള്ള ദിവസങ്ങളിൽ. ഇതൊക്കെ വളരെ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗം ആണ്. പക്ഷേ ആസ് എ മെഡിക്കൽ ഡോക്ടർ എനിക്ക് പറയാനുള്ള ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ടീ ഈസ് ഗുഡ് ഫോർ യു, സംശയമൊന്നുമില്ല. പക്ഷെ ടീയോടൊപ്പം നമ്മൾ എന്ത് കഴിക്കുന്നു, അതിൽ എന്ത് മിക്സ് ചെയ്യുന്നു എന്ന് ചിന്തിക്കണം. 2, ഈ ടീയുടെ അളവ് ഒരു 2 or 3 കപ്പിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് എൻ്റെ നിർദ്ദേശം. ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു ട്രിപ്പിന് പോയി ആ സമയത്ത് ഒരു 5 ചായ കുടിച്ചോ എന്ന് ചോദിച്ചു സംഭവിക്കാൻ പോകും. പക്ഷെ പതിവായിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ചായയിലെ വില്ലൻ ശരിക്കും ആരാണ്? ഈ പഞ്ചസാരയാണോ അതോ ഈ പാല് ഉപയോഗിക്കുന്നതാണോ? ഏതാണ് അതിലൊരു നെഗറ്റീവായിട്ട് നമ്മുടെ ബോഡിയെ ബാധിക്കുന്നത് കൂടുതലായി? പാല് വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു സംഗതിയാണ്. പ്രത്യേകിച്ചും പ്രായം ചെന്നവർക്ക് ഒരു ഗ്ലാസ് പാല് അവരൊരു ദിവസം കുടിക്കുകയാണെങ്കിൽ അതിൽ അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ, അത്യാവശ്യമുള്ള കൊഴുപ്പ്, അന്നജം, ഇതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഉത്തമമായിട്ടുള്ള ഒരു ആഹാരം തന്നെയാണ് പാൽ. അതുകൊണ്ട് ഈ ചായയിൽ പാൽ ഒഴിക്കുന്നത് വളരെ ചെറിയ അളവിലാണ്. അതൊരു ദോഷമുണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ പഞ്ചസാരയാണ് അവിടെ വില്ലനായിട്ട് നിൽക്കുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത്, നമ്മൾ ചായ എത്ര കടുപ്പത്തിൽ വേണമെന്നുള്ളത്. നമ്മൾ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് 4 കടുപ്പമാണ് അല്ലേ? എനിക്ക് സാമാന്യം കടുപ്പമുള്ള ചായയാണ് ഇഷ്ടം. അതുകൊണ്ട് അപ്പൊ ഞാൻ കഴിക്കുന്ന ഒരു ചായ കുടിച്ചാൽ പോലും ലൈറ്റായിട്ട് ചായ കുടിക്കുന്ന ഒരാളുടെ 3 ചായയുടെ എഫക്റ്റ് ആയിരിക്കാം എനിക്ക് കിട്ടുക. അപ്പൊ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ICMR ഇത്രയും പ്രയാസപ്പെട്ട് വളരെ ബൃഹത്തായ, വളരെയധികം വലിയൊരു ഡോക്യുമെന്റ് ആണ് ICMR ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇൻഫാക്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും 2015 ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘം കേരളത്തിൽ അനുയോജ്യമായിട്ടുള്ള ഭക്ഷണം എന്ത് എന്ന ഒരു ഡോക്യുമെന്റ് പുറപ്പെടുവിച്ചിരുന്നു. അത് ഗൂഗിൾ ചെയ്യാവുന്നതാണ്. IMA കേരള ഫുഡ് പോളിസി. ഇതിൽ നമ്മൾ പലതരത്തിലുള്ള കേരളത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ എന്തൊക്കെയാണ് അനുയോജ്യമായത്, ഇതെല്ലാം നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സംഗതി ഇതാണ്: അമിതമായിട്ടുള്ള കലോറികൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഇൻടേക്ക് ഒഴിവാക്കുക. ചിലപ്പോൾ അത് ചെറിയ രീതിയിലുള്ള അഡിക്ഷൻ ഉണ്ടാക്കിയിരിക്കാം. തീർച്ചയായും. ഞാൻ ശ്രീ ജേക്കബ് എബ്രഹാമിലേക്ക് പോവുകയാണ്. ഈ ചായപ്രേമി എന്നുള്ള നിലയിൽ ഈ ചായയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും രസകരമായിട്ടുള്ളൊരു കഥ പറയാനുണ്ടോ സാറിന്? ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ. ചായ തീർച്ചയായിട്ടും ഞാനിതുപോലെ നമ്മൾ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന നല്ല രസകരമായ മരത്തണലുകളിലൊക്കെ ചായക്കടകളുണ്ടാവും. ഞാൻ പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. ഈ ഗോൾഫ് ലിങ്ക്സ് ഭാഗത്ത്, കവടിയാർ ഗോൾഫ് ലിങ്ക്സ് ഭാഗത്ത്, ആ ഗോൾഫ് ലിങ്കിൻ്റെ അടുത്തായിട്ട് ഒരു പഴയ മട്ടിലുള്ളൊരു ചായക്കട ഉണ്ടായിരുന്നു. ചെറിയൊരു മാടക്കട പോലുള്ളൊരു ചായത്തട്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ ആദ്യമായിട്ടൊക്കെ ജോലി ചെയ്യുന്നൊരു, ഞാനൊരു അഡ്വർടൈസിങ് ഏജൻസിയിലായിരുന്നു ആദ്യം ജോലി ചെയ്തത്. ആ സമയത്ത് ഈ ചായക്കടയിൽ, അത് ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ്, അതിൻ്റെ ചുറ്റും വാഗമരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അവിടെ ഒരു ചേട്ടനും ഒരു ചേച്ചിയുമുണ്ട്. പ്രായമുള്ള 2 പേരാണ് ചായ അടിക്കുന്നത്. ഈ ചേച്ചിയാണ്, ഈ ഒരു അമ്മ പോലൊരു ചേച്ചിയാണ് മിക്കവാറും ചായ അടിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു മെമ്മറിയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഒരു ചായ വാങ്ങിച്ച്, ഒരു വടയും കൂടെ വാങ്ങിച്ച് നമ്മൾ ആ ഗോൾഫ് ലിങ്ക്സിലേക്ക് നോക്കി, ആ പുൽ മൈതാനത്തേക്കൊക്കെ നോക്കി നിന്ന് ചായ കുടിക്കുമ്പോൾ ആ കട ഈയിടയ്ക്ക് അവിടെ കാണാനില്ല. അത് അവർ നിർത്തിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഓർമ്മകളുമായിട്ടും ചായയ്ക്ക് ഒരുപാട് ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങൾ നമ്മൾ ഓർത്തെടുക്കുന്നത്, ഒരു നഗരത്തെ നമ്മൾ ആദ്യം ചെന്ന്, ഒരു നഗരത്തിലേക്ക് നമ്മൾ ആദ്യം എത്തുമ്പോൾ നമ്മൾ ആദ്യം കുടിക്കുന്നത് ചായയാണ്. ഒരു ട്രെയിൻ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു ബസ്സിൽ ചെന്നിട്ടോ എത്തുമ്പോൾ ചായ കുടിക്കുക. അങ്ങനെ ഓരോ സ്ഥലവും നമ്മുടെ ഓർമ്മയുമായിട്ട് ചായയ്ക്ക് വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ പഴയ മുഖ്യമന്ത്രി EK നായനാർ, അദ്ദേഹം വലിയൊരു ചായപ്രേമിയായിരുന്നു. അദ്ദേഹം, ഞാൻ കേട്ടിട്ടുള്ള കഥ എന്ന് വെച്ചാൽ, അദ്ദേഹം ഓരോ
സമയത്ത് അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴൊക്കെ ചായ കുടിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മെമ്മറിയുമായിട്ട്, നമ്മുടെ ഓർമ്മകളുമായിട്ട്, നമ്മുടെ നല്ല വേളകളുമായിട്ട്, നല്ല സന്തോഷകരമായ നിമിഷങ്ങളുമായിട്ടൊക്കെ ചായയ്ക്ക് വലിയ വൈകാരിക ബന്ധമുണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന അമേരിക്കയിലുണ്ടായ ഒരു വലിയ വിപ്ലവം, ചായയുടെ പേരിലുണ്ടായ വിപ്ലവമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട്. ചരിത്രത്തിലും ചായയ്ക്ക് വലിയ പങ്കുണ്ട്. ചായ ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ ഡ്രിങ്ക് ആയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. പണ്ട് വീടുകളിലല്ലായിരുന്നു ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചായക്കടകളിൽ ഇന്നും നമ്മൾ ചായക്കട ചർച്ചകൾ, ചായപ്പി ചർച്ച എന്ന് തന്നെയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പലതും പറയാറുണ്ട്. ചായപ്പി ചർച്ച എന്നൊക്കെ പറയാറുണ്ട്. ചായക്കടകൾ തന്നെയാണ് ചർച്ചാവേദികൾ എന്നും എന്നുള്ളതാണ് വാസ്തവം. പണ്ടതൊരു സോഷ്യൽ ഡ്രിങ്ക് ആയിട്ടാണ് ചായ ആദ്യമായിട്ട് കേരളത്തിൽ വന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം പണ്ട് നമ്മുടെ വീടുകളിലല്ലായിരുന്നു ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചായ കുടിക്കുക എന്ന് പറയുന്ന ഒരു സോഷ്യൽ ടാബ് പോലും ആയിരുന്നു ഒരു കാലത്ത്. അവനൊരു ചായ കുടിക്കുന്ന ചെറുപ്പക്കാരനാന്നൊക്കെ പഴയ ഫ്യൂഡൽ കാലഘട്ടങ്ങളിലെ കൃതികളിലൊക്കെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അപ്പം ഈ പുറത്തു പോയി ചായ കുടിക്കുന്ന ഒരു ചെറുപ്പക്കാരനായി എന്ന് പറഞ്ഞാൽ അവൻ മുതിർന്നു എന്ന അർത്ഥത്തിൽ തന്നെ പലയിടത്തും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചായക്ക് മലയാളികളുടെ മാത്രമല്ല, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ വൈകാരിക ബന്ധങ്ങളിൽ, വൈകാരിക അനുഭൂതികളിൽ ഒരു വലിയ പങ്കുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നമ്മൾ പഠിക്കുമ്പം ഈ കോഫി ഹൗസുകളുടെ ജന്മം എന്ന് പറയാറുണ്ട്. കോഫി ഹൗസുകളും ലിറ്ററേച്ചറും, കോഫി ഹൗസുകളും രാഷ്ട്രീയവും, അതുപോലെ നമ്മുടെ ചായക്കടകൾ ഒരു വലിയ രാഷ്ട്രീയ സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ ഒരു ഗ്യാതറിങ്, സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു അടിത്തട്ട് കൂടിയാണ് ചായക്കടകൾ എന്ന് പറയാൻ നമ്മൾ മടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി ഡോക്ടർ ഇപ്പോൾ വളരെ വിശദമായി പറഞ്ഞു. പക്ഷേ ചായയുടെ ഒരു സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ തലമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ നമ്മുടെ ഒരു ഡെവലപ്പ് ചെയ്യുന്നതിൽ ചായക്കടകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത വലിയ പങ്കുണ്ട്. നമ്മുടെ ഈ വായനശാലകളെ പറ്റി നമ്മൾ പറയുന്നത് പോലെ കേരള സംസ്കാരം രൂപപ്പെടുത്തിയതിൽ, ബന്ധങ്ങൾ ഊഷ്മളമാക്കിയതിൽ, സൗഹൃദങ്ങൾ കൂടുതൽ സുന്ദരമാക്കിയതിലൊക്കെ ചായക്കടകൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ, ഈ ചായ കൂടി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അമിതമാണ്, ഇത് ആരോഗ്യ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. പക്ഷേ ഇതൊരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ് പല ആളുകൾക്കും. അത് നിർത്താൻ സാധിക്കുന്നില്ല. ഈ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുന്ന ആളുകളുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ശാരീരിക ബുദ്ധിമുട്ട് ചായ കുടിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നത്? ചായ മാത്രമല്ല, കോഫി കുടിക്കുന്നവർക്കും ഈ ഇങ്ങനെയൊരു അഡിക്ഷൻ എന്നുള്ള കടുത്തൊരു പ്രയോഗമാണ് കേട്ടോ. എനിക്ക് അതിനോട് ഒരു വിയോജിപ്പുണ്ട്. എങ്കിലും അത് ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞാൽ അഡിക്ഷൻ എന്നൊക്കെ തന്നെ പറയാറുണ്ട്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്, ആൽക്കഹോൾ അതിനെ പറ്റിയൊക്കെയാണ് അഡിക്ഷൻ പറയാറുള്ളത്. ഇതിനെ കൂടുതലും ഒരു ഹാബിച്വേഷൻ എന്ന് മാത്രം നമ്മൾ കുറച്ചുകൂടെ മൈൽഡായിട്ട് പ്രയോഗിക്കണം എന്നുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പോ ഈ ചായ പതിവായിട്ട് കുടിക്കുന്നവർ ഇത് ചെന്നില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒന്ന് ഉന്മേഷക്കുറവുണ്ടായിരിക്കാം, രണ്ട് അവർക്ക് ഈ തലവേദന, ഇറിറ്റബിലിറ്റി, അതായത് ഇറിറ്റബിലിറ്റി നമുക്കറിയാമല്ലോ, ഒരു വല്ലാത്ത ഒരു മൂഡ് പ്രോബ്ലം, അതെല്ലാം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത. ഇത് വല്ലപ്പോഴും ഉണ്ടായെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം അല്ലെങ്കിലും പതിവായിട്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് ഹാബിച്വേഷൻ അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടാവുകയില്ല, എങ്കിലും ഇറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ മെഡിക്കൽ ലിറ്ററേച്ചർ. അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട്, അങ്ങനെ മെഡിക്കലി അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇനി ചായയും കോഫിയും കുടിക്കുന്നതിന് ആരോഗ്യപരമായിട്ട് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതിന്റെ കൾച്ചറൽ സൈഡിലേക്ക് ഞാൻ പറയുന്നില്ല, ആവർത്തിച്ച് പറയുന്നില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്നെ സംബന്ധിച്ച് ഈവൻ എസ് എ ഡോക്ടർ ഓർ ഈവൻ എസ് എ ഹ്യൂമൻ ബീങ്, സംഭാഷണങ്ങളിലൂടെ ആണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? നമ്മളിപ്പോ അത് മൊബൈൽ ഫോൺ ജനറേഷനിലാണ്, എല്ലാവരും വാട്സാപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും എനിക്കെപ്പോഴും ഇഷ്ടം ആൾക്കാരെ നേരിട്ട് കണ്ട് സംസാരിക്കുക, ഒരു ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഊണ് കഴിച്ചുകൊണ്ട് സംസാരിക്കുക, അതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ആശയവിനിമയം വാസ്തവത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആശയവിനിമയത്തിൽ ചായക്ക് വലിയൊരു പങ്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പറഞ്ഞതുപോലെ അതോടൊപ്പം എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. മറ്റ് പാനീയങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് വളരെ പോപ്പുലർ ആണ്. അതൊന്നും യാതൊരു വിധത്തിലും അത് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. ആസ് എ ഹെൽത്ത് പ്രൊഫഷണൽ, ഈവൻ ദ സ്മോളസ്റ്റ് എമൗണ്ട് ഓഫ് ആൽക്കഹോൾ അത് തെറ്റാണെന്ന് പറയേണ്ടിയിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ചായ കൂടി വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഹെൽത്ത് റിസ്കേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ അതിന് വേറെ ചില ഹെൽത്ത് ബെനിഫിറ്റും കൂടിയുണ്ട്. കോഫിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബ്ലാക്ക് കോഫി മാത്രം, പഞ്ചസാര ഇടാതെ
ബ്ലാക്ക് കോഫി കുടിക്കുന്നവരിൽ ചില ക്യാൻസറുകൾ കുറവായിട്ട് കണ്ടുവരുന്നു എന്നുള്ളതാണ്. എൻ്റെ ഫീൽഡിൽ തന്നെ ലിവർ, ഞാനൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്, വയറാണ് എൻ്റെ ഏരിയ. അപ്പൊ എൻ്റെ ഏരിയയിലുള്ള ലിവർ ക്യാൻസറിന്റെ കോഫി ഡ്രിങ്കേഴ്സിൽ കുറവുണ്ട് എന്നുള്ളത് ഒരു ഒരു സ്ഥിരീകരിക്കപ്പെട്ടുള്ള വസ്തുതയാണ്. പക്ഷേ അവിടെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. നമ്മൾ സാധാരണ കുടിക്കുന്നത് പോലെയുള്ള പഞ്ചസാരയിട്ടുള്ള പാലിട്ട കാപ്പിയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇത് ബ്ലാക്ക് ആയിട്ടുള്ള ഫ്രഷ്ലി ബ്രൂഡ് ആയിട്ടുള്ള കോഫിയാണ്, വിതൗട്ട് ഷുഗർ. അത് എത്ര പേർ കുടിക്കും എന്ന് എനിക്ക് അറിയില്ല. വിദേശ രാജ്യങ്ങളിൽ കോഫി വിതൗട്ട് ഷുഗർ അല്ലെങ്കിൽ ഡീകാഫ് ഒക്കെ പോപ്പുലർ ആണ്. പക്ഷെ ഇവിടെ അത് എത്രത്തോളം പോപ്പുലർ ആണ്, പ്രത്യേകിച്ചും പ്രമേഹം ഇല്ലാത്തവരിൽ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ രസകരമായിട്ടുള്ള ആ വസ്തുതയും കൂടി നമ്മൾ അറിഞ്ഞിട്ട് ബാലൻസ് ചെയ്ത് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. തീർച്ചയായും അത് ഇവിടെ എത്രത്തോളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ശീലമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം പ്രമേഹം ഉള്ളവർക്ക് പോലും ഈ കാപ്പി, അതും പ്രത്യേകിച്ച് കട്ടൻ കാപ്പി മധുരം ഇല്ലാതെ കുടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും ഡോക്ടർ, അതോടൊപ്പം തന്നെ ശ്രീ ജേക്കബ് എബ്രഹാം, നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. വിവരവും കുടുംബത്തിന് നൽകിയിരുന്നുമില്ല. ഇതേ തുടർന്നാണ് നമ്മൾ ചർച്ചയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഡോക്ടർ രാജീവ് ജയദേവനും ഒപ്പം എഴുത്തുകാരൻ ജേക്കബ് എബ്രഹാമും നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഞാൻ ഡോക്ടറിലേക്ക് തന്നെ പോവുകയാണ്. ഡോക്ടർ, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. നമ്മൾ ഈ ചായയും കോഫിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചും ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരുപാട് കൂടി വരുന്ന ഒരു കാലമാണ്. ഈ ഫാറ്റി ലിവറൊക്കെ ചെറുപ്പക്കാർക്കിടയിൽ അധികമായി കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. ഡോക്ടറിൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് അത്തരത്തിൽ വരുന്നുമുണ്ടാകും. പ്രത്യേകിച്ച് ഈ 25 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് പോലും ഈ ഫാറ്റി ലിവർ ഇപ്പോൾ കോമൺ ആയി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ഈ ഫുഡ് മാത്രമാണ്. ഈ ആൽക്കഹോൾ ഉപയോഗിക്കാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഈ അസുഖങ്ങൾ വരുന്നില്ലേ ഇപ്പോൾ? അതെ, ഈ നമുക്ക് ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തൽക്കാലം മാറ്റി നിർത്താം. കാരണം അത് വേറൊരു വിഷയമാണ്. ആൽക്കഹോൾ പതിവായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഫാറ്റി ലിവർ വരുന്ന പോലെ അല്ല മറ്റുള്ളവർക്ക് ഫാറ്റി ലിവർ വരുന്നത്. അത് രണ്ടും രണ്ട് തരം രോഗങ്ങളാണ്. അതായത് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് ഫാറ്റി ലിവർ വരുന്ന കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ടൈപ്പ് ആയിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഔട്ട്കം വേറെയാണ്. അപ്പൊ നമുക്ക് ആൽക്കഹോൾ ഉപയോഗിക്കാത്ത ഒരു സാധാരണക്കാരന്റെ നമുക്കൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു ഫാറ്റി ലിവർ ഉണ്ട് എന്ന് വെച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടേ. കാരണം ഒരുപാട് പേർക്ക് ഉള്ള ഒരു സംഗതി തന്നെയാണ് ഈ ഫാറ്റി ലിവർ. ആ ഫാറ്റി ലിവർ ഉള്ള ചിലർക്ക് ആ ലിവർ കരലിനകത്ത് ഒരു നീർക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മൾ ടെക്നിക്കൽ ഭാഷയിൽ നാഷ് എന്ന് വിളിക്കാറുണ്ട്, NaSH എന്ന് വിളിക്കാറുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇനി അത്തരം ഒരു നീർക്കെട്ടിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാര്യമായിട്ടുള്ള ചില നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. എങ്കിലും ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനമായും അത് നമ്മുടെ ശരീരത്തിലെ എനർജി ഇംബാലൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജത്തെക്കാൾ കൂടുതൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. കാറിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നിറഞ്ഞു കവിയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കാലറി ഇൻടേക്ക്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ചില എണ്ണ പലഹാരങ്ങളുടെ എല്ലാം കാര്യം നല്ല ടേസ്റ്റ് ഒക്കെയാണ്, പക്ഷേ അവയിൽ വളരെയധികം കലോറികൾ അടങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും അമിതമായിട്ട് എണ്ണ കഴിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ്. അത് തെറ്റാണ്. ഫാറ്റി ലിവറിന്റെ പ്രധാനപ്പെട്ട കാരണം അമിതമായിട്ടുള്ള ഊർജ്ജം ഉള്ളിൽ ചെല്ലുന്നതുകൊണ്ടാണ്. ഊർജ്ജം പല രീതിയിൽ നമുക്ക് ഉള്ളിൽ ചെല്ലാം, അല്ലെ? അന്നജം, നമ്മുടെ ചോറ്, അരിയാഹാരം, അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരം, ഇത് രണ്ടുമാണ് സാധാരണ കഴിക്കുന്ന അന്നജം. ഇനി അമിതമായിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ, ഇതെല്ലാം അന്നജമാണ്. നമ്മുടെ ശരീരത്തിൽ ദൈനംദിന ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഏതൊരു കലോറിയും ശരീരം ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. പണ്ടൊക്കെ കാട്ടിലും മറ്റും അലഞ്ഞു തിരിഞ്ഞിരുന്ന നമ്മുടെ ഒരു ശരീരത്തിന് അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഉള്ളതാണ്. ഭക്ഷണം എപ്പോഴെങ്കിലും അമിതമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് ഈ അമിത മേധസ് ഉണ്ടാകുന്നതും ഫാറ്റ് ലിവർ ഉണ്ടാകുന്നതും കുടവയർ ഉണ്ടാകുന്നതും പ്രമേഹം ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് ഹൃദ്രോഗവും മറ്റും ഉണ്ടാകുന്നതും ഒക്കെ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ സൂചന തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഇൻടേക്ക്, ഓവറോൾ കലോറി ഇൻടേക്ക് കുറയ്ക്കുകയും അന്നജത്തിന്റെ അളവും കൊഴുപ്പിന്റെ അളവും നന്നേ കുറയ്ക്കുകയും നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യുകയും വേണം. വ്യായാമത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാതെ വയ്യ. നമ്മുടെ നാട്ടിൽ വ്യായാമം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. പ്രത്യേകിച്ച് ഞാൻ റോഡിലൊക്കെ നടക്കാൻ പോകുന്ന വളരെ റിസ്ക് ഉള്ള ഒരു സംഗതിയായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ റോഡ് സേഫ്റ്റി ട്രെയിനറാണ്. ഒരു ദിവസം 13 പേരാണ് നമ്മുടെ നിരത്തുകളിൽ മരണപ്പെടുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചു നടക്കണം എന്നുള്ളത്
രണ്ടാമത്തേത് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നൊരു സംഗതിയുണ്ട്. അതായത് നമുക്ക് ഭാരം ഉയർത്തിക്കും, വലിയ വെയിറ്റ്സ് ഒന്നും അല്ല, പക്ഷേ എങ്കിലും നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പകുതി ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു അല്പം സ്റ്റെയർ കേസ് കയറി പോകുന്നു, അല്ലെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നു. ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള പല സാധാരണ പ്രവർത്തിക്കാത്ത പല പേശികളും പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർ കഴിവതും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കുക, സ്റ്റെപ്പ് കൗണ്ട് മോണിറ്റർ ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഇപ്പോൾ സ്റ്റെപ്പ് കൗണ്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കഴിവതും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാറ്റ് ലിവർ കൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മദ്യം ഉപയോഗിക്കാത്തവരുടെ കാര്യമാണ്. മദ്യം ഉപയോഗിക്കുന്നവരുടെ കാര്യം ഇവിടെ പറയാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. തീർച്ചയായും ഞാൻ ശ്രീ ജേക്കബ് എബ്രഹാമിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഈ ചായയെക്കുറിച്ചുള്ള ദൂഷ്യവശങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. എന്താണ് ഇനി ചായ കുടിക്കുന്നത് കുറയ്ക്കാം എന്നുള്ള തീരുമാനം വല്ലതും എടുത്തോ ഈ ചർച്ച കഴിഞ്ഞിട്ട്? ഈ ചായ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചായ കുടിക്കണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു ശരീരത്തിൻ്റെ ആവശ്യമാണോ അതോ നമ്മുടെ ആത്മാവിൻ്റെ ആവശ്യമാണോ എന്നൊക്കെ പലപ്പോഴും തോന്നിപ്പോകും. നമുക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് വെറുതെയെങ്കിലും നമ്മൾ ചിലപ്പോൾ ചായ കുടിച്ചു പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞത് ഞാൻ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. കാരണം അത് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ചായയുടെ, അപ്പം ഡോക്ടർ പക്ഷേ ചായക്കൊരു ഒരു എക്സംഷൻ തരുന്നുണ്ട് പലപ്പോഴും. അദ്ദേഹം പറയുന്നത് അതൊരു ആൽക്കഹോളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അത്ര വലിയ ഒരു തെറ്റാണ്. അദ്ദേഹം അവിടെ ഒരു ചെറിയൊരു ഇത് തരുന്നുണ്ട്, അതിന്റെ ചെറിയൊരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വൈകാരികതയാണ് ചായ. നമ്മുടെ ഒരു ചായ എന്ന് പറയുന്നത്, ചായ കുടിക്കുന്നത് നമ്മുടെ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉന്മേഷം ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു ജ്യൂസ് കുടിക്കുന്ന പോലെയൊന്നും അല്ല, അതൊരു ഭയങ്കരമായൊരു വൈകാരികത. നമ്മളൊന്ന് ഒരു മൂഡ് സ്വിങ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മൂഡൊന്ന് മാറ്റാൻ, നമ്മളൊന്ന് പുറത്തു പോകാൻ, വർക്കിനിടയിൽ നിന്നൊന്ന് റിലാക്സ് ചെയ്യാൻ എന്നുള്ള വാക്ക് തന്നെയാണ് ഒരു ചായ കുടിയിൽ നിന്ന്. പിന്നെ അമിതമായ എണ്ണക്കടികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചായ കുടിച്ചാലും ഞാനിപ്പോൾ കടികൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഞാൻ കുറച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ചായയോടുള്ള ആ പ്രേമം, ചായയോടുള്ള ഇഷ്ടം മാറുന്നില്ല. പ്രത്യേകിച്ചും പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പലതരം ചായകൾ മാറി മാറി പരീക്ഷിച്ച് കുടിക്കാറുണ്ട്. അത് ഡോക്ടറോടൊന്ന് ചോദിക്കണമെന്നുണ്ട്. ഞാൻ മസാല ചായ കുടിക്കാറുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി ചായ കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പലതരം ഇപ്പം ഒരു പുതിയൊരു ട്രെൻഡാണല്ലോ ബൂസ്റ്റർ ചായ എന്ന് പറഞ്ഞൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. ബൂസ്റ്റർ ചായ, അത് ബൂസ്റ്റും ചായയും കൂടെ മിക്സ് ചെയ്തിരുന്ന ഒരു സംഭവം വളരെ പോപ്പുലറാണ്, കുട്ടികൾക്കിടയിൽ, യുവാക്കൾക്കിടയിലൊക്കെ പോപ്പുലറാണ്. അപ്പം ബൂസ്റ്റർ ചായ, ഇങ്ങനെ ചായ ഇങ്ങനെ മാറി മാറി കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ഡോക്ടറോടൊന്ന് ചോദിക്കണം എന്ന് ഒരാഗ്രഹമുണ്ട്. ഡോക്ടർ, സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് അതിവേഗം അതിനൊരു ഉത്തരം പറഞ്ഞേക്ക്. അങ്ങനെ പ്രോബ്ലം കാണുന്നില്ല. എങ്കിലും ചായയിൽ എന്താണ് കലർത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടാകണം. ഇപ്പൊ ബൂസ്റ്റ് ചായ എന്ന് പറഞ്ഞതുപോലെ അതിനകത്ത് അമിതമായിട്ടുള്ള കാലറീസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെയുള്ള കാലറീസ് ആണ് നമ്മൾ അകത്തേക്ക് കയറ്റുന്നത് എന്നൊരു ബോധം ഉണ്ടെങ്കിൽ വല്ലപ്പോഴും അത് കഴിക്കുന്നതിൽ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നില്ല. പക്ഷെ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഹാബിറ്റ്. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നതിന്റെ ഇവൻച്വൽ ഔട്ട്കം ആണ് നമ്മുടെ ഹെൽത്ത് ആയിട്ട് മാറുന്നത്. അത് മറക്കാതിരുന്നാൽ മാത്രം. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ, ഒപ്പം ജേക്കബ് എബ്രഹാം ഞങ്ങളോടൊപ്പം ചർച്ചയിൽ ചേർന്നതിന്. എന്തായാലും ചായ അത്ര വലിയൊരു വില്ലനല്ല എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അമിതമായാൽ അമൃതും വിഷമാണ്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. 1-2 ഗ്ലാസ് ചായയൊക്കെ ഒരു ദിവസം ആവാം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.